അതെപ്പോഴും എപ്പോഴും ചേച്ചി അങ്ങനെയുള്ള ഞങ്ങളും ഒന്ന് പൊട്ടിച്ചിരിക്കട്ടെ. അല്ല അതെല്ലാവർക്കും പൊട്ടിച്ച് അല്ല പലതും ഉണ്ടാവും. ഇന്നതൊന്നും എനിക്ക് പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റില്ല. എന്നെ കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ ഞാൻ ട്രോളുകളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാറുള്ള പതിവ്. കഞ്ഞിയെടുക്കട്ടെ ഒക്കെ ഞാനാണ് ഏറ്റവും അധികം ഞാൻ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ഈ കഞ്ഞിയെടുക്കട്ടെ ചേച്ചിയുടെ ഒരു വീക്ക്നെസ് ആയി പോയല്ലേ? അതെ അതെ. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പരിചയപ്പെട്ട് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയ ഒരു നടനോ നടിയോ ആരാണ്? അല്ല, ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്ത എല്ലാവരുമായിട്ടും നല്ലൊരു റാപ്പും നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. എല്ലാവരുമായിട്ടും ഒരു നല്ല സൗഹൃദമാണ്. പിന്നെ ഞാൻ ആരെയും അധികം ആവശ്യമില്ലാതെ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരാളാണ്. ഞാനൊരു രാവിലെ വൈകിട്ടും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ച് അങ്ങനെ ശല്യം ചെയ്യാത്ത ഒരാളാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മെസ്സേജ് ചെയ്യാറുള്ളൂ, ഞാൻ വിളിക്കാറുള്ളൂ. ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ മറ്റ് ആരെങ്കിലും മാനേജറോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒക്കെ വിളിച്ചിട്ട് കംഫർട്ട് സോണിലാണ്. നമുക്കറിയാൻ പറ്റില്ല, ഒരു തിരക്കുള്ളവരാണ്. ഞാൻ അങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ഇപ്പോൾ ചേട്ടനോടാണെങ്കിൽ പോലും ഞാൻ വളരെ അത്യാവശ്യത്തിന് മാത്രമേ പുള്ളിനെ വിളിക്കാറുള്ളൂ. നമ്മളെ നല്ല സൗഹൃദമുണ്ട്, എപ്പോഴും വിളിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഞാൻ പരമാവധി എല്ലാവർക്കും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കും. എന്നിട്ട് വിളിക്കുകയാണെങ്കിൽ പോലും ഞാൻ ചോദിക്കും തിരക്കിലാണോ എന്ന് ചോദിച്ചിട്ടേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കിട്ടിയ സിനിമയിലുള്ള എല്ലാവരും, എൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത ഒരുവിധമുള്ള എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. കുഴപ്പമില്ല നിലവിൽ. അഞ്ജു ചേച്ചിയുടെ അഭിനയിച്ച ഏതെങ്കിലും സിനിമകൾ പരാജയപ്പെടുമ്പോൾ ടെൻഷൻ അടിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇല്ല, ടെൻഷനല്ല. നമ്മൾ അത് എന്തുകൊണ്ടാണത് അതിൻ്റെ നമ്മൾ വിചാരിച്ച റിസൾട്ട് വരാതിരുന്നത്, എവിടെയാണ് നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. സംവിധായകൻ എന്തെങ്കിലും അഭിനയ മോഹങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഞാനൊരു നടനാവുന്നൊക്കെ വിചാരിച്ചു. അല്ല, അങ്ങനെയൊന്നുമില്ല. അയ്യോ, പത്ര സിനിമയുടെ ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നില്ലേ? പ്രജേഷോ? ഇല്ല, അങ്ങനെ ഒരു ഇന്റർവ്യൂല് ചേട്ടൻ പറഞ്ഞു. ഞാൻ പത്രത്തിൽ ജോലി ചെയ്തിരുന്നേ ഉള്ളൂ. പത്രം സിനിമയിലല്ല, പത്രത്തിൽ ജോലി ചെയ്തിരുന്നു. എന്റെ ചേട്ടനും പ്രജേഷനും ഒക്കെ എല്ലാവരും കൂടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ല. ഇല്ലല്ലേ? മേരി ആവാസുനോ തിയേറ്ററുകളിൽ വളരെ വിജയകരമായി പോകുന്നു. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ലാസ്റ്റത്തെ വളരെ ഫ്രഷ് ആയിട്ടുള്ള ആ ചോദ്യം. ഞാൻ പറഞ്ഞു ഭയങ്കര ഫ്രഷ് ആയതാ. അതല്ല, എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളിപ്പോൾ ക്യാപ്റ്റൻ്റെ ഡയറക്ടർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം ചെയ്ത ആൾ ചെയ്തുകൊണ്ടോ ജയേട്ടൻ ഉണ്ടോ മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടോ നിങ്ങൾ കാണണമെന്ന് ഞാൻ ഒരിക്കലും വാശി പിടിക്കില്ല അല്ലെങ്കിൽ നിർബന്ധിക്കില്ല. നിങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ വീണ് പോകുന്നവരുണ്ടാവും. എല്ലാവർക്കും വീഴ്ചകൾ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ് കിടക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഒരു പ്രതീക്ഷ ചിലപ്പോൾ ഈ സിനിമ തരും. അതാണ് എല്ലാവരും കാണണമെന്ന് പറയാൻ കാരണം. ഇനി മനുഷ്യച്ചോട് വളരെ പേഴ്സണലായിട്ട് ഒരു കാര്യോട് ചോദിക്കട്ടെ, ഈ പോസിറ്റിവിറ്റിയുടെയും ഈ സൗന്ദര്യത്തിന്റെയും രഹസ്യം എന്താ ചേച്ചി? അതും വളരെ ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രഹസ്യമായതുകൊണ്ട് അത് പറയാൻ പാടില്ലല്ലോ. അല്ല, രഹസ്യം ഇല്ല. എനിക്കൊന്നും അങ്ങനെ എനിക്ക് ഒന്നുമില്ല പറയാൻ. ഇങ്ങനെ